അധ്യായം 1. കാലവർഷം വിശ്വരൂപം പ്രാപിച്ച ഒരു കറുത്ത കർക്കിടക മാസം. ശമിക്കാത്ത മഴയും അതിശക്തമായ കാറ്റും. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാത് തുളച്ചു കയറുന്ന അതിഭയങ്കരമായ ഒരു ശബ്ദത്തോടെ ആകാശത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടൊരു മിന്നൽ പിണർ. അതിലൂടെ വന്ന ഒരു തീഗോളം നേരെ വന്ന് പതിച്ചത് വേരാഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിന് മുകളിലാണ്. ചില നിഗൂഢ സംഭവങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ആ ആൽമരത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ശിഖരത്തിൽ കണ്ണു തുളച്ചു കയറുന്ന ഒരു വെളിച്ചത്തിൽ കാണാം 5 തലയുള്ള തീ തുപ്പുന്ന ചിറകുള്ള ഒരു ഉഗ്രസർപ്പം. ഉഗ്രവിഷമുള്ള ആ നാഗത്തിന്റെ ഉടലാകെ രക്തം. അതാകെ അവശനായിരുന്നു. കണ്ണടയ്ക്കുന്ന വേഗത്തിൽ മറ്റൊരു അത്ഭുതം കൂടി നടക്കുന്നു. പൊടുന്നനെ ആ ഉഗ്രസർപ്പം ഒരു ചെറിയ തീഗോളമായി മാറി. നിമിഷ നേരത്തിൽ അത് പാഞ്ഞു കയറിയത് അടുത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്കാണ്. ആ വീടിനുള്ളിലെ കട്ടിലിൽ അനക്കമറ്റ് കിടക്കുന്ന യുവാവിന്റെ ശരീരത്തിലേക്ക് ആ തീഗോളം അടുത്തു. അവന്റെ ഇരുപുരികങ്ങൾക്കിടയിലൂടെ അതാ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അതുവരെ വിളറി വെളുത്ത് നിശ്ചലമായിരുന്ന ആ ശരീരത്തിന് എന്തെന്നില്ലാത്ത ഒരു തിളക്കമുണ്ടായി. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു പൊൻ തിളക്കം. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ്. നേരം സന്ധ്യയായിരിക്കുന്നു. ആളും അനക്കവുമായി ശിവപുരമാകെ ബഹളമയമായിരുന്നപ്പോൾ ഒരു വീടിനെ മാത്രം വിചിത്രമായ നിശബ്ദത വന്ന് മൂടിയിരുന്നു. അകത്ത് അനക്കമില്ലാത്ത നിശ്ചലനായി കിടക്കുന്ന അനന്തനെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ എത്തിയിട്ടുണ്ട്. അനന്തന്റെ അച്ഛൻ വാസുദേവനും അയാളുടെ സഹോദരി അരുന്ധതിയും തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തനെ പരിശോധിച്ച ശേഷം ഡോക്ടർ വാസുദേവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, "സോറി സാർ, താങ്കളുടെ മകന്റെ ആരോഗ്യത്തില് യാതൊരു പുരോഗതിയും കാണുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നും സ്വബോധത്തിലേക്ക് അനന്തനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നത് ആർക്കും പറയാൻ പറ്റാത്ത കാര്യം. നമുക്കെന്തായാലും കാത്തിരിക്കാം. എങ്കിലും..." പറഞ്ഞു മുഴുവിപ്പിക്കാനാകാതെ വാസുദേവന്റെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ പുറപ്പെടാൻ ഒരുങ്ങി. ആയുർവേദത്തിനും സർപ്പവൈദ്യത്തിനും പേരുകേട്ട ഒരു പാരമ്പര്യ വൈദ്യ കുടുംബമാണ് അനന്തന്റേത്. പ്രഗത്ഭനായ ഒരു ആയുർവേദ ഡോക്ടറും സർപ്പവൈദ്യനുമൊക്കെ ആയിരുന്നു അയാളുടെ അച്ഛൻ വാസുദേവൻ. എന്നാൽ അദ്ദേഹത്തിനെതിരെ ചില പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ജോലിയിൽ നിന്നും അദ്ദേഹത്തെ വിലക്കിയിരിക്കുകയാണ്. തന്റെ മകനെ രക്ഷിക്കാനായി തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് അയാൾ ചലനമറ്റ് കിടക്കുന്ന അനന്തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. "സർ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് മാറി ഒന്ന് സംസാരിക്കാം." വാസുദേവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തിന്റെ മെഡിക്കൽ കിറ്റുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നു. "സർ, എനിക്കറിയാം താങ്കൾ ഇത് എങ്ങനെ എടുക്കുമെന്ന്. പക്ഷെ സർ, അനന്തൻ ഇനി പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതാണ് സത്യം. ഇങ്ങനെ തുടർന്നാൽ..." ഡോക്ടർ പറഞ്ഞു മുഴുവിപ്പിക്കും മുൻപേ വാസുദേവൻ ഇടപെട്ടു. "ഡോക്ടർ, മതി. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ?" ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വാസുദേവൻ വികാരാധീനനായി ചോദിച്ചു. "അതെ സർ, അവനിനി ഒരു മടങ്ങിവരവില്ല." ഡോക്ടർ തല ഉയർത്താതെ പറഞ്ഞു. വാസുദേവന് ദേഷ്യം കടിച്ചമർത്താനായില്ല. അയാൾ അമർഷത്തോടെ ഡോക്ടറുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. "എന്റെ മോന് ദയാവധം നൽകുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? നാണോ ഇല്ലേ നിങ്ങൾക്ക് എന്നോട് പറയാൻ? ഒരു യഥാർത്ഥ ഡോക്ടർ ഇങ്ങനെയാണോ പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവന് വേണ്ടി മല്ലിടുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവനാ ഡോക്ടർ. അതാണ് അയാളുടെ കടമ. അല്ലാതെ ഒരാളുടെ ജീവൻ എടുക്കാൻ പറയുന്നവനല്ല. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. എന്റെ മോനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. അവനെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നും എനിക്കറിയാം." വാസുദേവൻ കരച്ചിൽ കടിച്ചമർത്തി പറഞ്ഞു. "സർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. സാറിപ്പോ നല്ല വിഷമത്തില. ഇതൊക്കെ കഴിഞ്ഞ് സാറൊന്ന് ഇരുന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ ഏതാണ് ശരിയെന്ന് സാറിന് തന്നെ മനസ്സിലാവും." ഇത്രയും പറഞ്ഞ ശേഷം ഡോക്ടർ അവിടെ നിന്നും പോയി. ദിവസങ്ങൾ കടന്നുപോയി. അനന്തന്റെ നിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുടുംബം വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു അതിഥി ആ വീട്ടിലേക്ക് എത്തുന്നത്. ചന്ദ്രു അമ്മ എന്ന് ശിവപുരത്തുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ചന്ദ്രികാദേവി. ഒരുപാട് നാളുകളായി ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന, ഒരുപാട് നിഗൂഢതകൾ ഉള്ളിൽ ഒളിപ്പിച്ചും ഇടയ്ക്ക് വെളിയിലെടുത്തും കഴിയുന്ന ഒരു സ്ത്രീ. ചെറുതും വലുതുമായ ജാലവിദ്യകൾ കാണിച്ച് ഊരു ചുറ്റുന്നവർക്ക് എന്തൊക്കെയോ മാന്ത്രിക ശക്തികൾ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ചന്ദ്രികാദേവി ആ വീടെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. വാതിൽ തുറന്നതും അവരെ കണ്ട് ഭയപ്പാടോടെയും അമ്പരപ്പോടെയും അരുന്ധതി നോക്കി നിന്നു.
എന്നാൽ അതൊന്നും വകവെക്കാതെ ഒരു കൊടുങ്കാറ്റ് പോകുന്നത് പോലെ അവർ നേരെ അനന്തുവിന്റെ മുറി ലക്ഷ്യമാക്കി കുതിച്ചു. അരുന്ധതിയുടെ മനസ്സിൽ ഇവരുടെ വരവിനെയോർത്ത് ആദ്യം നിറഞ്ഞെങ്കിലും അവൾ ചന്ദ്രികാദേവിയുടെ പിന്നാലെ പോയി. കണ്ണിമ ചിമ്മാതെ അനന്തനെ നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രികാദേവി. അജ്ഞാതമായ ചില മന്ത്രങ്ങളുടെ കെട്ടഴിച്ചുകൊണ്ട് അനന്തന്റെ കൈകൾ ഉയർത്തി അവരുടെ തലയിലേക്ക് അടുപ്പിച്ചു. അപ്പോഴും അവർ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പനേരത്തിനു ശേഷം കണ്ണുകൾ തുറന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന അരുന്ധതിയെ ചന്ദ്രികാദേവി കണ്ടത്. ചന്ദ്രുമ്മ, ഏട്ടൻ എത്ര കാലമായി ഇങ്ങനെ അനങ്ങാൻ പോലും ആവാതെ കിടക്കുന്നു. പഴയതുപോലെ ആവാൻ ഒരു സാധ്യതയില്ലെന്നാ ഡോക്ടർ പറഞ്ഞ്. അമ്മയ്ക്ക് ഏട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? പഴയ പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കോ? അരുന്ധതിക്ക് കരച്ചിലടക്കാനായില്ല. ചന്ദ്രികാദേവി അനന്തന്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് അരുന്ധതിയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. കുട്ടി, കരയരുത്. മരണമെന്നാൽ ശരീരത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമാണ്. നമുക്കറിയാത്ത പലതും ഈ ലോകത്തുണ്ട്. അവൻ തിരിച്ചു വരും. അതിനിനി അധികം നാള് കാത്തിരിക്കേണ്ടി വരില്ല. ഇവന്റെ ആത്മാവ് ഇപ്പോൾ മറ്റൊരു ലോകത്താണ്, മനുഷ്യന്റെ പരിധികൾക്കപ്പുറമുള്ള മറ്റൊരു ലോകത്ത്. അത് തിരിച്ച് അനന്തനിലേക്ക് എത്തിയാൽ പല അത്ഭുതങ്ങളും സംഭവിക്കും. അതുകൊണ്ട് നീ കരയരുത്. ഈ ശരീരത്തെ പരിപാലിക്കൂ. ഇതിനൊരു ആപത്തും സംഭവിച്ചുകൂടാ. ചന്ദ്രികാദേവി ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എഴുന്നേൽക്കുമ്പോൾ അനന്തന്റെ കൈകളിൽ ഒരു ചരടും അവർ കിട്ടിയിരുന്നു. ചന്ദ്രികാദേവി പറഞ്ഞത് അരുന്ധതിയെ പിന്നെയും ഭയപ്പെടുത്തിയെങ്കിലും അത് കുറച്ച് പ്രതീക്ഷ നൽകുന്നവയായിരുന്നു. അവൾ എല്ലാ ദൈവങ്ങളെയും മനസ്സുരുകി പ്രാർത്ഥിച്ചു. എന്റെ ഈശ്വരന്മാരെ, അനന്തേട്ടനൊന്നും വരുത്തല്ലേ. 2 വർഷങ്ങൾക്കിപ്പുറം ആ തീഗോളം അനന്തനിലേക്ക് പ്രവേശിച്ച അതേ സായാഹ്നം. അതുവരെ ഇരുട്ട് മാത്രമായിരുന്ന ആ കണ്ണുകളിലേക്ക് പെട്ടെന്നൊരു തിളക്കം. സ്വന്തം ശരീരത്തിന് വന്ന മാറ്റങ്ങൾ കണ്ട് അനന്തൻ ഞെട്ടി. ഇതെന്റെ ശരീരമല്ല. എനിക്ക് എന്താ സംഭവിച്ചേ? പതുക്കെ അയാളുടെ ഓർമ്മകൾ ഒരുപാട് നാളുകൾ പിന്നിലോട്ട് പാഞ്ഞു. അനന്തൻ കോളേജ് എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ചരക്ക് ലോറി അവനെ ഇടിച്ചു വീഴ്ത്തിയത്. ആ അപകടത്തെ തുടർന്ന് അനന്തൻ കോമയിലായി. ആ സമയം അവന്റെ ശരീരത്തിലെ കുണ്ടലിനി ശക്തി ഉണരുകയും ആത്മാവ് അനന്തന്റെ ശരീരം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പറക്കുകയും ചെയ്തു. പിന്നെയും തികച്ചും വ്യത്യസ്തമായ ചില ഓർമ്മകൾ കൂടി അനന്തന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അനന്തൻ കോപത്താൽ ജ്വലിച്ചു. അയാൾ അപ്പോൾ ഒരു സർപ്പരൂപിയാണ്. രക്ഷക! അയാൾ അലറി. ഞാൻ തിരിച്ചു വരും, ഇത് തീർച്ച. എന്നെ ചതിച്ചതിനും നീ ചെയ്ത പൊറുക്കാനാവാത്ത പാപങ്ങൾക്കും ഞാൻ നിന്നോട് പകരം ചോദിക്കും. അനന്തൻ അലറലോടെ പറഞ്ഞു. അത് പറഞ്ഞ് മുഴുവിക്ക് മുൻപ് അവന്റെ ഉടലിൽ മൂർച്ചയേറിയ വാൾമുന ആഴ്ന്നിറങ്ങി. അനന്തൻ കട്ടിലിൽ കിടന്ന് പിടഞ്ഞു. അന്നേരമാണ് എവിടെയാണ് താനിപ്പോൾ ഉള്ളത് എന്ന ബോധം അയാൾക്ക് വന്നത്. അനന്തൻ ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിച്ചു. കയറുകൊണ്ട് നെയ്ത ഒരു മരക്കട്ടിലിലാണ് താൻ കിടക്കുന്നത്. കട്ടിലിന്റെ അരികിലായി ഒരു ഗ്ലാസ് വെള്ളവും പാത്രത്തിൽ ഒരു ബിസ്ക്കറ്റും ഒരു ഫോട്ടോ ഫ്രെയിമും മാത്രമുള്ള ഒരു ചെറിയ ടേബിൾ. അതൊരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. അനന്തന്റെ മനസ്സ് ആ ഫോട്ടോയിലെ ചിത്രങ്ങളിലൂടെ അതിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നു. ആയുസിന്റെ ദേവനായ ധന്വന്തരി മൂർത്തിയിൽ നിന്നും അനന്തരാവകാശമായി ലഭിച്ച സിദ്ധിയുടെ പേരിൽ പ്രസിദ്ധമായ പരമ്പരാഗതമായ വൈദ്യശാസ്ത്ര കുടുംബമാണ് അനന്തന്റേത്. പിന്നീട് സിദ്ധ മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിലൂടെ ജനങ്ങളെ സേവിച്ചു പോന്ന പേരും പെരുമയുമുള്ള കുടുംബം. ആ കുടുംബത്തിലെ അവകാശിയാണ് അനന്തനെങ്കിലും പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ബാല്യകാലമായിരുന്നു അയാളുടേത്. എല്ലാം മുത്തശ്ശൻ കാരണമാണ്. അയാളുടെ നശിച്ച ശാസനകൾ കൊണ്ടാണ് ആ വലിയ കുടുംബത്തിൽ നിന്ന് അനന്തനും കുടുംബത്തിനും ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അത് കഴിഞ്ഞാണ് അനന്തന്റെ സഹോദരൻ ആദിത്യൻ മുത്തശ്ശനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം പാതി തളർന്നു പോവുകയും ചെയ്തത്. കഴിഞ്ഞതെല്ലാം ഓർത്ത് അനന്തന് കണ്ണുനീരിനെ തടയാനായില്ല. അയാൾ വിങ്ങിപ്പൊട്ടി. എങ്കിലും അയാൾക്ക് തന്റെ കൈകാലുകളെ അനക്കാൻ ആയാസമുണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ഒരു സ്ത്രീ വീടിനകത്തേക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടത്. ആ മെലിഞ്ഞ് സുന്ദരിയായ പെൺകുട്ടിയെ അനന്തൻ ഒരു നിമിഷം നോക്കി. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ സ്നേഹിച്ചും കൊഞ്ചിച്ചും പിണങ്ങിയും കൊണ്ടു നടന്ന അനന്തന്റെ കുഞ്ഞു പെങ്ങൾ അരുന്ധതി. അരുന്ധതിയെ കണ്ട് അയാൾ ചുണ്ടുകൾ പതുക്കെ ചലിപ്പിച്ചു. ഒന്ന് അനങ്ങാനും ചാടി എഴുന്നേൽക്കാനുമൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചു.
ഞരക്കം കേട്ട് ഏട്ടന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അരുന്ധതി പറഞ്ഞു, ഏട്ടാ എന്തു പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അരുന്ധതിയുടെ നിറഞ്ഞ കണ്ണുകൾ അനന്തുവിന് മുന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ സന്തോഷവതിയായി അഭിനയിച്ചു. കുറെ ആയില്ലേ ഞാൻ എന്റെ ഏട്ടന് നല്ലത് വല്ലതും ഉണ്ടാക്കി തന്നിട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നല്ല ചൂടുള്ള നെയ്യിൽ വഴറ്റിയ ഉണ്ണിയപ്പം കൊണ്ടുവരാം. ഏട്ടന് ഇഷ്ടല്ല ഉണ്ണിയപ്പം? പെട്ടെന്ന് മുൻവശത്തെ വാതിൽ ആരോ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് അരുന്ധതി അങ്ങോട്ടേക്ക് തിരക്കിട്ട് നടന്നു. പുറകെ തന്നെ അപ്പുറത്ത് നിന്ന് മരിശത്തോടെയുള്ള ഒരു പുരുഷന്റെ ശബ്ദവും അനന്തൻ കേട്ടു. അരുന്ധതി, വാതിൽ തുറക്കടി. നിന്നോട് സംസാരിക്കാനല്ല ഞാൻ വന്നത്. നീ ഇങ്ങനെ വാതിലടച്ചകത്തിരുന്ന പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാവും? അയാൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അയാളുടെ ആക്രോശം കേട്ട് അരുന്ധതി അയാളോട് പറഞ്ഞു, സേതു, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇപ്പൊ പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സേതു, ആ പേര് കേട്ട് അനന്തന് ദേഷ്യം വന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സേതുവിന്റെ സഹോദരി സുരഭിയുമായി അനന്തന്റെ വിവാഹ നിശ്ചയം നടത്താനിരുന്നതാണ്. അപ്പോഴാണ് അനന്തന്റെ കുടുംബത്തെ അവരുടെ മുത്തശ്ശൻ പുറത്താക്കുന്നത്. അങ്ങനെ വന്നതോടെ സേതുവിന്റെ കുടുംബം അനന്തനുമായുള്ള വിവാഹ നിശ്ചയം ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആ പേര് കേൾക്കുന്നത് തന്നെ അനന്തന് കലിയാണ്. സേതു പുറത്തു നിന്നും അലറി, വാതിൽ തുറക്കടി. എടി പെണ്ണേ, എനിക്കറിയാം നിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന്. നമ്മള് മനുഷ്യന്മാർ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും വീട്ടിലൊരു അതിഥി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ? അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേതു, നീ നാളെ വാ, നമുക്ക് നാളെ സംസാരിക്കാം. നാളെ എന്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അരുന്ധതി പറഞ്ഞത് കേട്ട് സേതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വീട്ടുകാരോ? ആർക്ക് വേണോടി നിന്റെ വീട്ടുകാര്? ആ ടാക്സി ഡ്രൈവറോടൊപ്പം ഓടിപ്പോയ നിന്റെ അമ്മയോ, അതോ ചത്തതുപോലെ അകത്ത് കിടക്കുന്ന ആ പാഴ്വസ്തുവോ? നീ വെറുതെ വായിട്ടലക്കാതെ കതക് തുറക്കടി. പരിഹാസത്തോടെ ചോദിച്ച് അയാൾ വാതിലിൽ ആഞ്ഞു ചവിട്ടി. ശക്തിയോടെയുള്ള അടുത്ത ചവിട്ടിൽ കതകിനപ്പുറം ചാരി നിന്ന് അരുന്ധതിയും തെറിച്ചു വീണു. അരുന്ധതിയുടെ അവസ്ഥ കണ്ട് അനന്തന്റെ രക്തം രോഷം കൊണ്ട് തിളച്ചു. എഴുന്നേറ്റ് പോയി സേതുവിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് പുറത്താക്കാൻ വേണ്ടി അനന്തൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി. പക്ഷേ അയാൾക്കതിന് സാധിച്ചില്ല. കതക് തുറന്ന് കിതച്ചുകൊണ്ട് അകത്ത് കടന്നയുടനെ സേതു നേരെ അനന്തന്റെ അരികിലേക്ക് നടന്നു. അയ്യോ പാവം, അവനോട് സഹതാപം നടിച്ചുകൊണ്ട് സേതു പറഞ്ഞു, ഭൂമിക്ക് ഭാരമായിട്ട് നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഇവന്റെ ജീവൻ അങ്ങ് എത്രയും പെട്ടെന്ന് ദൈവമേ. നിലത്ത് വീണ അരുന്ധതി അപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീണ് കിടക്കുന്ന അരുന്ധതിയുടെ പാവാട മുട്ടിന് മുകളിലേക്ക് മാറിക്കിടക്കുന്നത് കണ്ട് സേതുവിന്റെ നോട്ടം അവിടേക്കാണ് എന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് പാവാട താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഈ കല്യാണക്കുറി തരാൻ വന്നതല്ലേ? ഇങ്ങനെയാണ് ഒരു വീട്ടില് വിവാഹം ക്ഷണിക്കാൻ വരുന്നത്? പെട്ടെന്ന് അതവിടെ വെച്ചിട്ട് പോവാൻ നോക്ക്. അവളുടെ സ്വരത്തിൽ നല്ല ഭയമുണ്ടായിരുന്നു. സേതു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വിവാഹ ക്ഷണക്കത്ത് അനന്തന് മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് തുടർന്നു, നിനക്ക് എന്താ പെണ്ണ ഇത്ര ധൃതി? നിങ്ങളെ വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതല്ല ഞാൻ. ചേച്ചിയുടെ കല്യാണത്തിന് വരുമ്പോ ഇവനെ പ്രത്യേകം കൊണ്ടുവരാൻ മറക്കരുത്. കല്യാണം കാണുമ്പോ ഇവനൊരു സുഖമൊക്കെ കിട്ടും, നിനക്കും സന്തോഷമാവും. ചിലപ്പോ ആ കാഴ്ച കാണാനാവാതെ ഇവൻ അതോടെ ചത്തുപോയാലും മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഭാരം ചുമക്കണ്ടല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് സേതു അലറി ചിരിച്ചു. തന്നെ എന്തു പറഞ്ഞാലും അരുന്ധതിക്ക് വിഷയമില്ലായിരുന്നു. എന്നാൽ തന്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ ആകെ തളർന്നുപോയി. അവൾക്കത് താങ്ങാനായില്ല. താൻ എന്തൊരു മനുഷ്യനാ! എന്റെ ഏട്ടന്റെ അവസ്ഥ കണ്ട് മുന്നിൽ നിന്നിങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? എല്ലാം നീ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങളെങ്ങനെ അപമാനിക്കുന്നത്? ഈശ്വരൻ നിന്നോട് പൊറുക്കില്ല. ഇറങ്ങിപ്പോ. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ വരില്ല, വരേണ്ട കാര്യമില്ല. അരുന്ധതി രോഷാകുലയായി പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി തുടങ്ങിയിരുന്നു. അത് കേട്ട് സേതു ചിരിയോടെ പറഞ്ഞു, ചേട്ടനെ പറഞ്ഞപ്പോ അനിയത്തിക്ക് അങ്ങ് പൊള്ളി. സ്നേഹത്തിന്റെ നിറകൂടം.
അയാൾ പരിഹാസത്തിന്റെ ഭാഷയിൽ തുടരുന്നത് കണ്ട അരുന്ധതി ഗതികെട്ട് സേതുവിന് നേരെ കൈ ഉയർത്തി. അടുത്ത നിമിഷം സേതു അവളെ തടഞ്ഞുകൊണ്ട് കവിളത്ത് ആഞ്ഞൊരു അടി കൊടുത്തു. അടിയുടെ ആഘാതത്തിൽ അവൾ നിലം പതിച്ചു. അവളെ തല്ലിയിട്ടും സേതുവിന്റെ കലി അടങ്ങിയില്ല. വീണ കിടക്കുന്ന അരുന്ധതിക്ക് നേരെ അവൻ വീണ്ടും നീങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത്. സേതുവിന്റെ മുതുകിൽ ഒരൊറ്റ ചവിട്ട്. ആജാനുബാഹുവായ അയാൾ ചവിട്ടിന്റെ ആഘാതത്തിൽ മറഞ്ഞു വീണു. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. തന്നെ ലക്ഷ്യമാക്കി അടുത്തേക്ക് വരുന്ന അനന്തനെ കണ്ട് സേതു ഞെട്ടി. ഒരു നിമിഷം പതറിയെങ്കിലും അനന്തന്റെ അടുത്ത ചവിട്ടിന് മുൻപേ സേതു അനന്തനെ ആഞ്ഞു ചവിട്ടി. അനന്തനും അടി പതറി വീണു. ആ തക്കം നോക്കി സേതു എഴുന്നേറ്റ് അരുന്ധതിയുടെ നേരെ നടന്നു. പെണ്ണെ, നീ കണ്ടില്ലേ, നിന്നെ തൊട്ടപ്പോഴേക്കും ചത്തു കിടന്ന നിന്റെ ചേട്ടൻ ദാ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോ നിന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഇവൻ കണ്ടാലോ. ഇതും പറഞ്ഞ് അരുന്ധതിയെ അയാൾ കയറി പിടിക്കാൻ ഒരുങ്ങി. എന്റെ പെങ്ങടെ ദേഹത്തുനിന്ന് കൈയെടുക്കടാ എന്നും പറഞ്ഞ് അനന്തൻ സേതുവിനെ വീണ്ടും ചവിട്ടി വീഴ്ത്തി തലങ്ങും വിലങ്ങും തല്ലി നിലം പരിശാക്കി. സേതുവിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു അനന്തന്റെ ഊർജം. അതുകൊണ്ട് തന്നെ അയാൾക്ക് തെല്ല് പോലും ചെറുത്തു നിൽക്കാനായില്ല. അവശനായ സേതു എങ്ങനെയൊക്കെയോ അവിടെ നിന്നും പുറത്തിറങ്ങി. പ്രതികാരം അയാളുടെ കണ്ണിൽ കനലായി ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അനന്തൻ അയാളെ ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ മനസ്സ് മുഴുവനും അവിടെ കണ്ട ഹൃദയം നുറുക്കുന്ന മറ്റൊരു കാഴ്ചയിലായിരുന്നു. അധ്യായം 2. അനന്തൻ പ്രതികാരാഗ്നിയോടെ അവിടെ നിന്നും അവശനായി പോയ സേതുവിനെ ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ മനസ്സ് മുഴുവൻ അവിടെ കണ്ട ഹൃദയം നുറുക്കുന്ന മറ്റൊരു കാഴ്ചയിലായിരുന്നു. സേതുവിൽ നിന്നും അടിയേറ്റ് തറയിൽ ബോധരഹിതയായി കിടക്കുന്ന അരുന്ധതിയെ കണ്ട് അനന്തൻ നിമിഷ വേഗത്തിൽ അവളെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി. അവളുടെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് അനന്തൻ അവളെ ഉണർത്താനായി ശ്രമിച്ചു. മോളെ, കണ്ണു തുറന്നു നോക്ക്, ഇത് ഞാന് അനന്തു, നിന്റെ ഏട്ടൻ. അവൻ അരുന്ധതിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ. അവൾ പതിയെ കണ്ണു തുറക്കുന്നതിനൊപ്പം വിളിച്ചു. അവൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ചികിത്സകൾക്ക് പുറമെ ഇത്രയധികം നേർച്ചകളും പ്രാർത്ഥനയും പോലും വിഫലമാക്കിക്കൊണ്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ തന്റെ ഏട്ടൻ ഇതാ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ താങ്ങിയെടുത്തിരിക്കുന്നു. അച്ഛനിതറിയുമ്പോൾ ഒത്തിരി സന്തോഷിക്കും. അവൾ ശരീരാസ്വാസ്ഥ്യങ്ങൾ മറന്ന് അതിവേഗം ചാടി എഴുന്നേറ്റ് അവിടെ മാകെ തപ്പി. എന്നിട്ട് ഫോൺ കയ്യിലെടുത്തു. പുറത്തെ ശക്തമായ ഇടിമിന്നലിന്റെയും മഴയുടെയും ഫലമായി ഫോണിൽ തെല്ലും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ പരിഭവത്തോടെ അവൾ വീണ്ടും ഡയൽ ചെയ്തു. എന്തിനാ മോളെ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത്? സമാധാനമായിട്ട് വിളിക്കാലോ. ആദ്യം നീ വെള്ളം കുടിക്കേ, പിന്നെ ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വാ. അനന്തൻ സമാധാനമായി അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. പൊടുന്നനെ അവന്റെ കണ്ണുകൾ നേരത്തെ സേതു കൊണ്ടുവന്ന കല്യാണ കത്തിലേക്ക് പോയി. സേതുവിന്റെ കയ്യിൽ നിന്ന് വീണ ചില കാർഡുകൾ നിലത്ത് ചിതറിക്കിടക്കുന്നുമുണ്ട്. അനന്തൻ അവയിലൊന്ന് കയ്യിലേക്കെടുത്തു. അതിലെ സുരഭി എന്ന പേര് വായിക്കുന്നതിനോടൊപ്പം അവളുടെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു. അന്ന് തനിക്ക് ആ അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ. ഒരു നിമിഷം പഴയ ഓർമ്മകൾ ഒരു നീറ്റലായി അവനെ തേടിയെത്തി. അരുന്ധതി മുറിയിൽ നിന്ന് പോകാതെ അനന്തനെ തന്നെ നോക്കി. ഏട്ടാ, പോയതൊക്കെ പോട്ടെ. എന്റെ ഏട്ടനെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടിയല്ലോ. ഇനി എല്ലാം ശരിയാവും. സുരഭി ഏട്ടത്തിയേക്കാൾ സുന്ദരിയായ ഒരു ഏട്ടത്തിയെ ഞാൻ കണ്ടുപിടിച്ചു തരും. ഏട്ടൻ വിഷമിക്കില്ല ഏട്ടാ. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാ. കണ്ടില്ലേ ഇപ്പൊ തന്നെ ആ സേതു. ഒരു നിമിഷം അയാളോടുള്ള ദേഷ്യത്തിൽ അവളുടെ മുഖം ഒന്ന് കനത്തു. പിന്നെ അവൾ പതിയെ തുടർന്നു. അച്ഛന് ചിലപ്പോ ഈ വിവാഹത്തിന് പോകണമെന്നുണ്ടാവും. എല്ലാവരും വരുന്നതല്ലേ. പോകുമ്പോ വലിയ വല്ല സമ്മാനവും കൊടുക്കേണ്ടി വരും. പാവം, ഇതിനൊക്കെ എവിടെന്ന പൈസ എന്ന് ആലോചിക്കുമ്പോഴാ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇനി നിങ്ങളെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിയിക്കില്ല. എന്റെ മോള് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരുടെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് തളർന്ന അരുന്ധതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു. അവളെ മുറിയിൽ നിന്ന് പറഞ്ഞയച്ച ശേഷം കാലുകൾ മടക്കി സോഫയിലേക്ക് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം ഉദയസൂര്യന്റെ ശോഭയിൽ ജ്വലിക്കുകയായിരുന്നു അനന്തൻ.
ധ്യാന നിമഗ്നനായ അയാൾ ആകാശത്തോടും ഭൂമിയോടും അതിനപ്പുറത്തുള്ള ലോകങ്ങളോടും ആശയവിനിമയം ചെയ്തു. പഞ്ചഭൂതങ്ങളിൽ നിന്നും ഊർജം അവനിലേക്ക് അലിഞ്ഞു ചേരുന്നത് അവൻ അറിയാൻ സാധിച്ചു. എത്ര നേരം അതേ ഇരിപ്പ് തുടർന്നുവെന്ന് അറിയില്ല. കണ്ണു തുറന്നപ്പോൾ ഒരു നീണ്ട ഉറക്കം വിട്ടുണർന്നത് പോലെയാണ് അവന് തോന്നിയത്. സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ തന്റെ ശരീരം ഒന്ന് ഞെളിച്ചു. അവന്റെ നടത്തത്തിന്റെ ശൈലി പോലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അനന്തന്റെ ദൃഢമായ ശരീരവും തേജസ്വത്ത മുഖവും കണ്ടാൽ ആരും വിശ്വസിക്കില്ല. വർഷങ്ങളോളം കോമയിലായിരുന്ന ഒരു രോഗിയായിരുന്നു കുറച്ചു നിമിഷം മുൻപ് വരെ അവനെന്ന്. കുളി കഴിഞ്ഞു വന്ന അനന്തൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ വലിയ ആൽമരം പ്രപഞ്ചത്തിന്റെ നിഗൂഢ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു മാന്ത്രികനെ പോലെ അവനെ നോക്കി തലകുലുക്കി. കാഴ്ചയിൽ അതൊരു സാധാരണ ആൽമരം തന്നെയാണ്. പക്ഷെ വള്ളിപ്പടർപ്പുകളിലും ചില്ലകളിലുമായി വിശേഷപ്പെട്ട ചില ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സവിശേഷത തന്നെയാണ്. പണ്ട് മുതൽക്കേ ആ ആൽമരത്തെയും അതിൽ കാണുന്ന വിശിഷ്ട ഫലങ്ങളെപ്പറ്റിയും പല കഥകളും നാട്ടിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. മരത്തിൽ 5 തലയുള്ള സർപ്പം പ്രത്യക്ഷപ്പെട്ട കഥ നേരം പുലർന്നപ്പോഴേക്കും അവിടെ ആകെ പരന്നു കഴിഞ്ഞിരുന്നു. ചിലർ അത് വെറും നുണക്കഥയാണെന്ന് കരുതിയപ്പോൾ ബാക്കിയുള്ളവർ ഭയപ്പാടോടെയാണ് അതെല്ലാം കേട്ടത്. അവിടെ കൂടിയിരുന്നവർ ആകെ അമ്പരപ്പിലാണ്. വിവരങ്ങൾ അറിഞ്ഞ് അത്യാവശ്യം ചില ചെറിയ മീഡിയക്കാരും അവിടെ വന്നിട്ടുണ്ട്. അനന്തൻ കുറച്ചു നേരം അവിടെ മാകെ ഒന്ന് വീക്ഷിച്ചു. കുറച്ചകലെ ഒരു ആഡംബര കാർ നിർത്തിയിട്ടിരിക്കുന്നത് അനന്തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാറിനരികിലായി കുറച്ചുപേര് കൂടി നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ പറഞ്ഞു, ദേ, ഈ മരത്തിൽ വീണ്ടും ചോരപ്പാട് വന്നിട്ടുണ്ട്. അവർ ആ മരത്തിന് ചുറ്റും വളഞ്ഞു. അനന്തനാകട്ടെ മെല്ലെ ഇതെല്ലാം കണ്ടുകൊണ്ട് വീടിന് പുറത്തേക്കിറങ്ങി. ഒരു 10 പേർ ചേർന്ന് ഒരു വലിയ വല വിരിച്ചു പിടിച്ചിട്ടുണ്ട്. മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചെടുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് വ്യക്തമാണ്. അവരുടെ കൂട്ടത്തിൽ കാഴ്ചയിൽ വളരെ ഉറച്ച ശരീരമുള്ള ഒരാൾ മരത്തിലേക്ക് വലിഞ്ഞു കയറി. മറ്റുള്ളവർ അവനെ തന്നെ നോക്കി ചുറ്റിനും നിന്നു. അയാൾ പഴങ്ങൾക്ക് നേരെ കൈനീട്ടി. ആ നിമിഷം തന്റെ കൈയിലേക്ക് താങ്ങാനാവാത്ത വൈദ്യുതി പ്രഹരമേറ്റ് അവൻ തെറിച്ച് താഴേക്ക് വീണു. പൊള്ളലേറ്റുള്ള അയാളുടെ നിലവിളി ആ വഴിയോരം ആകെ കേൾക്കാം. അവന് പിന്നാലെ കയറിയ മറ്റൊരുവൻ അവർ താഴെ വലിച്ചു പിടിച്ചിരുന്ന വലയിലേക്കാണ് വീണത്. വല പൊട്ടി അവൻ താഴെ വീണു. നടുവൊടിഞ്ഞു കാണുമെന്ന് തീർച്ച. ആ നാട്ടിലെ ഏറ്റവും പേരുകേട്ട ഗുണ്ടാ നേതാവായിരുന്ന ഭദ്രനായിരുന്നു ഇവർക്കെല്ലാം വേണ്ട നിർദ്ദേശം നൽകിയിരുന്നത്. ഭദ്രൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എതിർപ്പുണ്ടായിട്ടും നാട്ടുകാരും പ്രതികരിച്ചതേയില്ല. ഉദ്യമം വിചാരിച്ച അത്ര എളുപ്പത്തിൽ നടക്കാത്തത് കൊണ്ട് ഭദ്രനും വളരെയധികം അസ്വസ്ഥനായി തുടങ്ങിയിരുന്നു. അയാൾക്കറിയാം താൻ ഈ പഴങ്ങൾ പറിക്കാതെ തിരികെ ചെന്നാൽ അവന്റെ അന്ത്യം സുനിശ്ചിതമാണെന്ന്. എന്തായാലും ഇത്തവണയും അവർ പ്രതീക്ഷിച്ച രംഗം തന്നെയാണ് അരങ്ങേറിയത്. പഴങ്ങളിൽ സ്പർശിച്ച് കൈകൾ പൊള്ളി അതിന് ശ്രമിച്ച അടുത്ത വ്യക്തിയും താഴെ വീണിരിക്കുന്നു. ഇപ്രാവശ്യം വല വിരിച്ചിരുന്നതിനാൽ വീഴ്ചയിൽ എല്ലൊടിഞ്ഞില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന അനന്തൻ നേരെ വന്ന് ഭദ്രനോട് ചോദിച്ചു, നിങ്ങളാരാ? ഈ മരത്തിന്റെ അടുത്ത് നിങ്ങൾക്കെന്താ കാര്യം? ആവശ്യം എന്തായാലും അതിനുള്ള പദ്ധതികളെല്ലാം മതിയാക്കി സ്ഥലം വിട്ടോ. അനന്തന്റെ സ്വരം ഉറച്ചതായിരുന്നു. ഭദ്രന് നല്ല അമർഷം തോന്നി. ഭദ്രൻ അവനെ അടിമുടി ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, നീ ഒരു ചെറിയ ചെക്കന, സ്വന്തം തടി കളയാതെ ഇവിടുന്ന് പോയിക്കോ. നിന്റെ ഈ സുന്ദരമായ മുഖം വെറുതെ വെടക്കാക്കണ്ട. പോരാത്തതിന് നല്ല മഴയുണ്ട്. പിള്ളേരെ അധികം നേരം മഴ കൊള്ളാൻ പാടില്ല, പനി പിടിക്കും. പരിഹാസത്തോടെ ഭദ്രൻ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അനന്തന്റെ മുഷ്ടിപ്രഹരമേറ്റ് അവന്റെ വായിൽ നിന്നും ചോര പൊടിഞ്ഞു തുടങ്ങി. ഭദ്രനെ താങ്ങി നിലത്തിരുത്തിക്കൊണ്ട് അയാളുടെ അനുയായികൾ അനന്തനെ വളഞ്ഞു. അനന്തൻ ഒരു ആക്ഷൻ മൂവിയിലെ നായകനെ പോലെ ചുറ്റും നോക്കി. നിങ്ങൾ ഇങ്ങനെ എനിക്ക് ചുറ്റും വെറുതെ കിടന്ന് കറങ്ങല്ലേ, എനിക്ക് തല കറങ്ങുന്നു. അനന്തൻ നർമ്മം ചാലിച്ചാണ് അവരോട് സംസാരിച്ചത്. ഇവന്റെ കയ്യും കാലും തല്ലി ഒടിക്കടാ. ആക്രോശിച്ചുകൊണ്ട് അവർ അവന്റെ നേർക്ക് പാഞ്ഞു. കുറച്ചു സമയം കൊണ്ട് തന്നെ അനന്തൻ അവരെ എല്ലാം നിലംപരിശാക്കി. ഒതുക്കിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ നിന്നും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി വേഗം പുറത്തേക്കിറങ്ങി. താൻ എന്റെ ആൾക്കാരുടെ മേലെ കൈവച്ചോ? Who the hell are you? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ ചോദ്യം ദേഷ്യത്തിലായിരുന്നുവെങ്കിലും അവളെ കണ്ട് അവന്റെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവന് തോന്നിയതേയില്ല. ആ കണ്ണുകളിൽ ഒരു വശ്യത തോന്നി അനന്തന്. അരികിൽ നിൽക്കുന്ന വ്യക്തിയെ കൂടി കണ്ടപ്പോഴാണ് അവൻ ശ്രദ്ധ വീണ്ടെടുത്തത്. അയാൾ അനന്തനെ നോക്കി
ചെറു പുഞ്ചിരിയോടെ തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ മുൻപ് എപ്പോഴോ കണ്ടതുപോലെയുണ്ട്. അവൻ ഓർമ്മകളിൽ നന്നായി പരതിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഉദയനാണ്. മോൻ എപ്പോഴും അസുഖമൊക്കെ ഭേദമായേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും മോനിങ്ങനെ കാണാൻ പറ്റിയല്ലോ. അയാൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അനന്തൻ മറുപടി പറയുന്നതിനോടൊപ്പം ഉദയൻ എന്ന പേര് മനസ്സിൽ കാര്യമായി തന്നെ പരതി. അവന് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അനന്തന്റെ മുത്തശ്ശൻ അവരെ ഇറക്കി വിടുന്ന കാലം അവന്റെ അച്ഛൻ ഒരു ആയുർവേദ ക്ലിനിക് തുടങ്ങിയിരുന്നു. അന്ന് അവിടുത്തെ അറ്റൻഡർ ആയിരുന്നു ഈ ഉദയൻ, അച്ഛന്റെ വലം കൈ. പക്ഷേ ഇന്ന് ഈ ഗുണ്ടകളോടൊപ്പം അവൻ അയാളെ അത്തരത്തിൽ തീരെ പ്രതീക്ഷിച്ചില്ല. മോന് നാരായണ കൈമൾ അറിയില്ലേ? ഇത് അദ്ദേഹത്തിന്റെ കൊച്ചുമകളാ, മൈഥിലി. ഉദയൻ അവളെ പരിചയപ്പെടുത്തി. മൈഥിലിക്ക് പക്ഷേ ഇതൊന്നും അത്ര രസിക്കുന്നുണ്ടായിരുന്നില്ല. ഇവനോടൊക്കെ എന്തിനാ എന്നെ പറ്റി വിശദീകരിക്കുന്നത്? ആരെങ്കിലും ഈ മരത്തെ ഒന്ന് തൊട്ട ഇയാൾക്കെന്താ? ഇയാളാണോ ഇത് നട്ടതും വെള്ളമൊഴിച്ചതും വളർത്തിയതൊക്കെ? അവൾ ഈർഷയോടെ ചിന്തിച്ചു. മൈഥിലിയുടെ സംസാരം കേട്ട അനന്തന് മനസ്സിലായി അവളാണ് ഈ ആൾക്കാരെ എല്ലാം അയച്ചതെന്ന്. ഈ മരത്തിലെ പഴം പറിച്ചെടുക്കാന്ന് വ്യാമോഹിക്കേ, അതിനു വേണ്ടി ശ്രമിക്കേ വേണ്ട. എനിക്ക് മാത്രമാണ് അതിനവകാശം, മറ്റാർക്കും അതിന് കഴിയില്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെ പറയുന്നതെന്ന് കൂട്ടിക്കോ. അനന്തൻ മൈഥിലിയോടായി പറഞ്ഞു. മൈഥിലി ദേഷ്യത്തോടെ മറുപടി പറയാൻ ഒരുങ്ങിയതും ഉദയൻ അല്പം കണിശത്തോടെ അനന്തനോട് പറഞ്ഞു. നോക്കനന്ത, നീ പറയുന്നത് കേട്ട് വെറും കൈയോടെ തിരിച്ചു പോകാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതാണ് അവസ്ഥ. ഈ പഴങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അത് നീയായിട്ട് തരുമെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അനന്തൻ ഒരു നിമിഷം ആലോചിച്ചു. ഉദയനങ്കിൾ അച്ഛന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒത്തിരി നാൾ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് ആലോചിച്ച ശേഷം അനന്തൻ സ്വയം പഴങ്ങൾ പറിച്ചെടുക്കാനായി മുന്നോട്ട് വന്നു. അങ്കിളിന് അത്യാവശ്യമാണെങ്കിൽ ഞാൻ തന്നെ പഴങ്ങൾ പറിച്ചു തരാം. അവൻ അത് പറയുന്നതിനോടൊപ്പം കൂടി നിന്ന ജനങ്ങളിൽ മുറുമുറുപ്പ് കേട്ടു. ദേ, രണ്ടെണ്ണം ഇപ്പൊ ഷോക്ക് അടിച്ച് നടു ഒടിഞ്ഞ് വീണേ ഉള്ളൂ. ഇനി അടുത്തവൻ, ഒരാൾ പറഞ്ഞു. കൂട്ടത്തിൽ അനന്തന്റെ അച്ഛന്റെ ഒരു സുഹൃത്ത് മുന്നോട്ട് വന്ന് അവനെ തടഞ്ഞു. മോനെ, വേണ്ട, ആർക്കും കഴിയാത്ത കാര്യം. പോരാത്തതിന് ദേ ഇത്രയും നാള് തളർന്നു കിടന്ന നീ ഇപ്പോഴൊന്ന് നിവർന്നു നിന്നിട്ടേ ഉള്ളൂ. വീണ്ടും അപകടം ക്ഷണിച്ചു വരുത്തണ്ട. നിനക്ക് ഇനിയും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതുകൂടി താങ്ങാനുള്ള ശക്തി നിന്റെ അച്ഛനും ഉണ്ടാവില്ല. അതുവരെ നീ പോയി വിശ്രമിക്ക്. ചെല്ല്, വീട്ടിലേക്ക് പോയിക്കോ. അയാൾ പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ ഇതിന് വലിഞ്ഞു കയറാനൊന്നും പോകുന്നില്ല. ഞാൻ അതിനൊരു മരം കയറിയൊന്നല്ലല്ലോ. ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് അവൻ ആൽമരത്തിനരികിലേക്ക് പോയി. ഇത് കേട്ടുകൊണ്ട് നിന്ന മൈഥിലി പുച്ഛിച്ചു. പിന്നെ മരം ഇവന് വേണ്ടി വളഞ്ഞു വന്ന് പഴം പറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കോ? കാണികളിലെല്ലാം ആകാംക്ഷയുണ്ട് അനന്തൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ. പക്ഷേ മൈഥിലിയുടെ മുഖത്ത് മാത്രം വെറുതെ സമയം പാഴാക്കാൻ ഓരോന്ന് വരുന്നല്ലോ എന്ന ഭാവമാണ്. അനന്തൻ ആൽമരത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന ശേഷം മെല്ലെ മേലേക്ക് കൈ നീട്ടിയതും ഞൊടിയിടയിൽ ആ പഴം കുലയോടെ ഞെട്ടറ്റ് അവന്റെ കൈയിലേക്ക് പതിച്ചു. കണ്ടുനിന്ന മൈഥിലി ഉൾപ്പെടെ എല്ലാവരും അന്താളിച്ചു പോയി. ഞൊടിയിടയിൽ ഇതെന്ത് മായാജാലമാണ് സംഭവിച്ചതെന്ന് പോലും അവരിൽ പലർക്കും മനസ്സിലായില്ല. ഇവനിത് എന്താ ചെയ്ത്? ഇത്രയും എളുപ്പത്തിൽ ഇതെങ്ങനെ? നാട്ടുകാർ ഞെട്ടൽ മാറാതെ പരസ്പരം പറയുമ്പോൾ മൈഥിലി മാത്രം ഇതെന്തോ മാജിക് ആണെന്നും അനന്തൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന എന്തോ സൂത്രം പ്രയോഗിച്ചതാണെന്നും വിശ്വസിച്ചു. എന്തായാലും ഇതൊന്നും ചിന്തിച്ചു നിൽക്കാനുള്ള സമയമില്ല. എത്രയും വേഗം ഈ പഴങ്ങളുമായി വീട്ടിലെത്തണം എന്ന് കരുതിക്കൊണ്ട് മൈഥിലി പഴങ്ങൾ എടുക്കാൻ മുന്നോട്ട് വന്നു. അവൾ തന്റെ കയ്യിൽ നിന്നും പഴങ്ങൾ എടുക്കാൻ ഭാവിക്കുന്നത് കണ്ട അനന്തൻ മിന്നൽ പോലെ തന്റെ കൈ പിന്നിലേക്ക് വലിച്ച് മേലോട്ടുയർത്തി. അവന്റെ കയ്യിൽ തൊട്ടില്ലെന്ന മട്ടിൽ നിന്ന മൈഥിലി പെട്ടെന്ന് ഞെട്ടി മുന്നോട്ട് ആഞ്ഞുപോയി. തെന്നി വീഴാതെ അവളെ കയ്യിൽ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഈ പഴങ്ങളിൽ തൊടാൻ ശ്രമിക്കരുത് എന്ന്. അതിനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അനന്തൻ പറയുന്നത് കേട്ട അവളുടെ മുഖം ദേഷ്യത്തിൽ മുറുകി. നാട്ടുകാരൊക്കെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട അവൾക്ക് ജാള്യത തോന്നി. അവൾ വാശിയോടെ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി. പഴം കൈക്കലാക്കാൻ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ പക്ഷെ അവൾ ശരിക്കും നിലത്ത് വീണു. നാട്ടിലെ ഏറ്റവും പേര് കേട്ട
മാണിക്യമംഗലം തറവാടിന്റെ അവകാശി മൈഥിലി കൈമളാണ് തറയിൽ വീണ് കിടക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം രൂക്ഷമാകുമെന്ന് തീർച്ച. എന്തായിരിക്കും ആൽമരത്തിലെ ഫലങ്ങളുടെ സവിശേഷത? എന്തുകൊണ്ടാണ് മൈഥിലിയുടെ ആളുകൾക്ക് അപകടം സംഭവിച്ചത്? അനന്തൻ അവർക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യുക? അധ്യായം 3. ആളുകളൊക്കെ തന്നെ നോക്കുന്നത് കണ്ട് മൈഥിലിക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. അത് ദേഷ്യമായി മാറുന്നത് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. തനിക്ക് എന്താ വേണ്ടേ? പറയ്, എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരും. ഈ മൈഥിലി ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിട്ട് ഇവിടുന്ന് പോവൂ. അതുകൊണ്ട് നിന്റെ ഈ ചീപ്പ് ഷോ നിർത്തിയിട്ട് പൈസ എത്ര വേണമെന്ന് പറ. മൈഥിലി പറഞ്ഞു. കാശ് കൊടുത്ത് എന്തും വാങ്ങാമെന്ന നല്ല അഹങ്കാരമാണല്ലോ ഇവൾക്ക്. അനന്തൻ അവളുടെ സംസാരം ശ്രദ്ധിക്കവേ മനസ്സിൽ കരുതി, എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഉദയൻ അങ്കിളിനോട് എനിക്കുള്ള ബന്ധത്തിന്റെ പേരില ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞത്. പിന്നെ ഇത് വെറും സാധാരണ പഴങ്ങളായി കാണരുത്. ഇതിന്റെ മൂല്യം നിങ്ങൾക്കൊന്നും ചിന്തിക്കാനാവുന്നതിലും അപ്പുറത്താ. അതുകൊണ്ടാ ഞാനീ പറയുന്നത്. ഇതൊന്ന് തൊടാൻ പോലും ശ്രമിക്കരുത്. അനന്തൻ വീണ്ടും സമാധാനത്തോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അനന്ത, കൈമൾ അദ്ദേഹത്തിന് കുറെ കാലമായി എന്തോ ഒരു രോഗം പിടിപെട്ടിട്ട് ഒരു മരുന്നും ഫലം ചെയ്യാതെ ആൾ ഒരേ കിടപ്പ് കിടക്കാം. ഇനി അദ്ദേഹത്തെ രക്ഷിക്കാൻ ഈ പഴങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിനക്ക് ഇതുമായിട്ട് ഞങ്ങളോടൊപ്പം ഒന്ന് വരാൻ കഴിയോ? ഉദയൻ അപേക്ഷയുടെ രൂപത്തിലാണ് അത് ചോദിച്ചത്. അനന്തൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഞാൻ വരാം. ഒരു നല്ല കാര്യത്തിനല്ലേ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. മൈഥിലിയും ഉദയനും മറ്റുള്ളവരും അവനെ കാത്തുനിന്നു. വീട്ടിലേക്ക് ചെന്ന അനന്തൻ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയെയാണ്. അവളുടെ ഉറക്കം കളയാൻ അവന് തോന്നിയില്ല. ഞാൻ ഉദയനങ്കിളിന്റെ ഒപ്പം നാരായണ കൈമളിന്റെ വീട് വരെ ഒന്ന് പോവാ എന്ന് അരുന്ധതിയുടെ അരികിൽ അവൾ ഉണരുമ്പോൾ കാണുന്ന വിധത്തിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ വേഗം ഒരുങ്ങിയിറങ്ങി. അനന്തനെയും കൂട്ടി അവരുടെ കാർ ചെന്ന് നിന്നത് ആ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടം കണ്ടാൽ ഗ്രാമമെന്ന് തികച്ചും പറയാനാവില്ല. അധികം വീടുകളൊന്നുമില്ലാത്ത വിജനമായ ഒരിടം. വരുന്ന വഴിയിൽ ഒരു കോഴി ഫാം കണ്ടിരുന്നു അനന്തൻ. അവിടുത്തെ ദുർഗന്ധം ആ വീടിന്റെ പരിസരത്തും നന്നായി വരുന്നുണ്ട്. ഈ പെണ്ണിന്റെ സംസാരമൊക്കെ വെച്ച് നോക്കിയാ ഇവർ നല്ല കാശുകാരാണല്ലോ. പിന്നെന്തിനാ ഇങ്ങനൊരു ചുറ്റുപാടിൽ കഴിയുന്നത്? അനന്തൻ ചിന്തിച്ചു. അനന്ത, മോനിതൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല. കൈമൾ അദ്ദേഹം നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ്. പേരും സ്വാധീനവും ആവശ്യത്തിൽ കൂടുതൽ. പിന്നെ പറയണ്ടല്ലോ, ശത്രുക്കൾക്കൊന്നും ഒരു ക്ഷാമവുമില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഇങ്ങനൊരു സ്ഥലത്തുള്ളൊരു ജീവിതം. അനന്തൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉദയൻ പറഞ്ഞു. അനന്തൻ ആ വീട്ടിലേക്ക് കയറിയ പാടെ കണ്ടത് ഒരു മനുഷ്യൻ നിലത്ത് രക്തം വാർന്ന് കിടക്കുന്നതാണ്. ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിലും അങ്ങനെ ഒരു കാഴ്ച അനന്തൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വെറും സാമ്പിൾ. ചികിത്സ ഫലം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. പേടിക്കണ്ട, ഒരവസരം കൂടി തരും തനിക്ക്. തന്നെ പോലെ പരാജയപ്പെട്ടു പോയതിന്റെ പേരിൽ ഇന്നലെയും 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ അവസരം പാഴാക്കരുത്. മൈഥിലി ആ മനുഷ്യനെ നോക്കി ഒരു വല്ലാത്ത ധ്വനിയിൽ പറഞ്ഞു. എന്താണിത്? ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരുന്ന് നൽകി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇതാണോ ഇവരുടെ കൂലി? അനന്തനാകെ അമർഷം തോന്നി. ദേ, ഇയാൾക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് വെച്ചാ എടുത്തു കൊടുക്ക്. അനന്തനെ ചൂണ്ടി ജോലിക്കാരനോട് മൈഥിലി പറഞ്ഞു. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികള്. ഇനിയെങ്കിലും ആ പഴങ്ങൾ ഇങ്ങതാ. താൻ പറയുന്ന കാശ് തന്റെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ എത്തും. അനന്തന്റെ മുഖത്ത് പോലും നോക്കാതെ മൈഥിലി ഗൗരവത്തോടെ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനല്ലാതെ ഈ പഴങ്ങൾ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. മൈഥിലിയുടെ ധാർഷ്ട്യത്തിന് ഒരു കൂസലും നൽകാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ആയിരുന്നു അനന്തൻ അതിന് മറുപടി പറഞ്ഞത്. അനന്തന്റെ സംസാരം കേട്ട മൈഥിലിയുടെ ക്ഷമ നശിച്ചു. എടോ, താൻ ആരാന്ന തന്റെ വിചാരം? ദേ നോക്ക്, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ ആയുർവേദ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരാണ് എന്റെ മുത്തശ്ശനെ ചികിത്സിക്കുന്നത്. അദ്ദേഹമാണ് ഈ പഴം നൽകിക്കഴിഞ്ഞാൽ മുത്തശ്ശന് ഭേദമാകൂന്ന് പറഞ്ഞതും. അപ്പോഴാണ് നിന്നെപ്പോലൊരാൾ ഇത് തൊടരുത്, കഴിക്കരുത്
എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുന്നു. പ്രശ്നം ഉണ്ടാക്കാതെ അതിങ്ങ് തന്നെ. മൈഥിലി വീണ്ടും പറഞ്ഞു. അനന്തൻ ജോലിക്കാരിൽ ഒരാൾ കൊണ്ടുകൊടുത്ത ചായ ഒരിറക്ക് കുടിച്ചുകൊണ്ട് പറഞ്ഞു, പഴങ്ങളൊക്കെ ഞാൻ തന്നേക്കാം, പക്ഷെ അതിനു മുൻപ് എനിക്ക് രോഗിയെ ഒന്ന് കാണണം. എവിടെയാ തന്റെ മുത്തശ്ശൻ? എന്റെ ഒപ്പം വാ. മൈഥിലിക്ക് അതത്ര ഉചിതമായി തോന്നിയില്ലെങ്കിലും അതുവരെയുള്ള അനന്തന്റെ പ്രവൃത്തികളിൽ നിന്ന് അവൻ അത്ര നിസാരക്കാരനല്ല എന്നൊരു തോന്നൽ മൈഥിലിയിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ കയർക്കാതെ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉദയനും അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത മുറിയിൽ 2 മൃതദേഹങ്ങൾ നിലത്തൊരു വശത്ത് കിടത്തിയിരിക്കുന്നത് അവൻ കണ്ടു. കാവലിന് 2 പേർ അവിടെ നിൽപ്പുണ്ട്. നാരായണ കൈമൾ അതിനുമകത്തെ മുറിയിൽ നല്ല മയക്കമാണ്. ശരീരത്തിൽ പലതരം ട്യൂബുകളും മറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. മുഖത്തും ശരീരത്തും ചെറുതായി നീല നിറം വ്യാപിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഒരു 75 വയസ്സോളം പ്രായം തോന്നിക്കും. ഒത്തിരി നാളായി ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. കട്ടിലിനരികിൽ ഒരു യുവാവ് നിൽക്കുന്നുണ്ട്. ഇതെന്റെ ഏട്ടൻ സിദ്ധാർത്ഥ് കൈമൾ. മൈഥിലി അയാളെ ചൂണ്ടി പറഞ്ഞു. പഴങ്ങൾ കിട്ടിയോ? എവിടെ? വേഗം തന്നോളൂ. അവരെ കണ്ടതും തിടുക്കത്തിൽ അടുത്തു നിന്നിരുന്ന ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ തലയുയർത്തി ചോദിച്ചു. അനന്തൻ ഒന്നും പറഞ്ഞില്ല. മുറിയിലാകെ മൈഥിലിയുടെ മുത്തശ്ശന്റെ മേൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻസിന്റെ ബീപ്പ് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അത്രയും നിശബ്ദത. ആ പഴങ്ങള് അതങ്ങനെ ഒരു രോഗിക്ക് ഭക്ഷിക്കാൻ സാധിക്കില്ല. അവ കഴിച്ചാൽ ചിലപ്പോ ഇദ്ദേഹം മരണപ്പെടാൻ പോലുള്ള സാധ്യതയുണ്ട്. താൻ പറഞ്ഞതിനോട് അവിടെയുള്ളവർ മോശമായ ആയിരിക്കും പ്രതികരിക്കുക എന്ന ഉറപ്പോടുകൂടി തന്നെ അനന്തൻ പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനന്തൻ ഇക്കാര്യം പറഞ്ഞതും സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അടുത്തു നിന്ന ജോലിക്കാർക്ക് നേരെ നോക്കി. അവരാകട്ടെ ബലപ്രയോഗത്തിൽ ആ പഴങ്ങൾ കൈക്കലാക്കാനുള്ള ഉദ്ദേശത്തോടെ അവന്റെ നേർക്കു വന്നു. പെട്ടെന്ന് മൈഥിലി അവരെ തടഞ്ഞുകൊണ്ട് അനന്തനോട് സംസാരിച്ചു. എടോ, തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കയ്യിലിരിക്കുന്ന പഴങ്ങൾ ഡോക്ടറിനെ ഏൽപ്പിച്ച് സ്വന്തം തടി കേടാവാതെ തിരിച്ചു പോവാൻ നോക്ക്. വെറുതെ വീമ്പ് പറഞ്ഞ് നേരം കളഞ്ഞ ഇവരുടെ കൈയുടെ ചൂട് താൻ അറിയും. മൈഥിലി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് സംസാരിച്ചത്. എന്നാൽ മൈഥിലിയുടെ കോപം അവഗണിച്ചുകൊണ്ട് അനന്തൻ ആ വിശിഷ്ട ഫലങ്ങൾ മേശമേൽ വച്ചു. അപ്പോഴാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ തന്നെ വല്ലാതെ നോക്കുന്നത് അനന്തൻ ശ്രദ്ധിച്ചത്. എന്താണെന്ന മട്ടിൽ അവൻ അയാളെ തിരികെ നോക്കിയപ്പോഴേക്കും, നീ അവൻ തന്നെയല്ലേ അനന്തൻ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ അനന്തന്റെ അരികിലേക്ക് വന്നു. നീ ഇത്രയും വർഷം എവിടെയായിരുന്നു? നിന്റെ മുത്തശ്ശൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം നിന്റെ അച്ഛൻ ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ ക്ലിനിക്ക് തട്ടിക്കൂട്ടിയതും പിന്നെ നിന്റെ അമ്മ ആരുടെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു. നീ പണ്ട് ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തായി? നിന്റെ അച്ഛനെ പോലെ പേര് കേട്ടൊരു ആയുർവേദ ഡോക്ടർ എന്തേ? എന്നിട്ട് ഡോക്ടർ ആയില്ലേ? നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അയാൾ അനന്തനെ ആവശ്യത്തിലധികം പരിഹസിച്ചു. അനന്തൻ അയാളുടെ കരണം പുകച്ചൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്നും ഗൗരവത്തിൽ ഇറങ്ങിപ്പോയി. താനിനി എന്തു പറഞ്ഞാലും അവിടെയുള്ളവർക്ക് അത് തലയിൽ കയറാൻ പോകുന്നില്ല എന്നവൻ ഉറപ്പായിരുന്നു. സിദ്ധാർത്ഥ് അതൊന്നും കാര്യമാക്കാതെ ഡോക്ടറോട് വേഗം മുത്തശ്ശൻ ആ മരുന്ന് നൽകാൻ പറഞ്ഞു. അനന്തന്റെ കയ്യിലിരുന്നപ്പോൾ ആ പഴങ്ങൾ നല്ല വിളഞ്ഞു തുടുത്തായിരുന്നു കണ്ടതെങ്കിൽ ഇപ്പോൾ മേശമേലിരിക്കുന്നവ ചുക്കിച്ചുളിഞ്ഞ് അഴുകിയതുപോലെ മാറിയിരിക്കുന്നു. പക്ഷെ ഡോക്ടർ സുബ്രഹ്മണ്യൻ അതത്ര ഗൗനിച്ചില്ല. അയാൾ വേഗം അവയിൽ ഒരെണ്ണം എടുത്ത് കൈമളിന്റെ വായിലേക്ക് വച്ചുകൊടുത്തു. അയാളെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണമാണ്, ജീവൻ മരണ പോരാട്ടം. ഒരുപക്ഷെ ഇതും പരാജയമാണെങ്കിൽ തന്റെ ഒപ്പമുള്ള ഡോക്ടർമാരുടെ ജീവൻ ഇനിയും നഷ്ടപ്പെട്ടേക്കാം. അല്പസമയത്തിനകം കൈമൾ കണ്ണു തുറന്നു. അതല്ലായിരുന്നു അതിശയം. നിമിഷങ്ങൾ കടന്നു പോകവേ അയാളുടെ ചുക്കിച്ചുളിഞ്ഞ ചർമ്മം അതിന്റെ യൗവനം വീണ്ടെടുക്കുന്നത് പോലെ, ശരീരം ഒരു യുവാവിൻ്റേതുപോലെ ആരോഗ്യമുള്ളതായി മാറി. സിദ്ധാർത്ഥ് വിശ്വസിക്കാനാവാതെ മുത്തശ്ശനെ നോക്കി. ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മുത്തശ്ശൻ ഇത്രയും ആരോഗ്യവാനായിട്ട് തിരികെ കിട്ടുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. പറയൂ ഡോക്ടർ, ഇതിന് പകരം ഞാൻ എന്താ തരണ്ടേ? സിദ്ധാർത്ഥ് ചോദിച്ചു. പക്ഷേ അയാൾ അത് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ കൈമൾ അസ്വസ്ഥമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അവർ കാണുന്നത് അലർജി പോലെയോ സൈഡ് എഫക്റ്റ് പോലെയോ തോന്നിക്കുന്ന തരത്തിൽ കൈമളിന്റെ ശരീരമാകെ ചുവന്ന് തടിച്ചു കിടക്കുന്നതാണ്. അത് കണ്ട മാത്രയിൽ തന്നെ സിദ്ധാർത്ഥിന്റെ ഭാവം മാറി. അവൻ അടങ്ങാത്ത കോപത്തോടെ ഡോക്ടറുടെ ചെകിട്ടിൽ ആഞ്ഞടിച്ചു. നിൽക്ക്,
എനിക്ക് ഒരല്പം സമയം താ, ഇദ്ദേഹത്തെ ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ പരിഭ്രമത്തോടെ പറയുമ്പോഴും സിദ്ധാർത്ഥ് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ നിന്ന് പിടുത്തം വിട്ടിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട മൈഥിലി വേഗം പുറത്തേക്ക് ഓടി. അവൾ അനന്തന്റെ പിന്നാലെ ചെന്ന് അവനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അവളോടൊപ്പം വരണമെന്ന് അപേക്ഷിച്ചു. അവൻ അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളെ നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചു. എന്നിട്ട് അവളോടൊപ്പം അകത്തെ മുറിയിലേക്കെത്തി. മുത്തശ്ശൻ കണ്ണു തുറന്നതാ, പക്ഷെ ഇപ്പൊ മൂക്കിന്നൊക്കെ രക്തം വരുന്നുണ്ട്, അവൾ ആശങ്കപ്പെട്ടുകൊണ്ട് അനന്തനോട് പറഞ്ഞു. അനന്തനെ വീണ്ടും കണ്ട ഡോക്ടർ സുബ്രഹ്മണ്യന് വല്ലാത്ത അമർഷം തോന്നി. തനിക്ക് അബദ്ധം പറ്റിയെന്ന് സമ്മതിക്കാൻ മനസ്സില്ലാതെ അയാൾ അനന്തന്റെ മേൽ പഴിചാരി. ഇവനാ എല്ലാത്തിനും കാരണം. എവിടെയാടാ ഔഷധ ഗുണമുള്ള ഫലം? നീ അതിനു പകരം മറ്റെന്തോ തന്ന് ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നോ? നീ കൊണ്ടുവന്ന പഴം കഴിച്ചാണ് ഇദ്ദേഹത്തിന്റെ നില വഷളായത്. ഈ പ്രായമായ മനുഷ്യനോട് നീ എന്തിനാടാ ഇങ്ങനെ ക്രൂരത ചെയ്ത്? അയാൾ അനന്തന് നേരെ ആക്രോശിച്ചു. ഡോക്ടറുടെ സംസാരം കേട്ട സിദ്ധാർത്ഥ് അനന്തനെ ഉറ്റുനോക്കി. അനന്തന്റെ മുഖഭാവം കണ്ട സിദ്ധാർത്ഥിന് തോന്നിയത് അനന്തന് തന്റെ മുത്തശ്ശനെ രക്ഷിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും ഉണ്ടെന്നാണ്. സിദ്ധാർത്ഥ് തന്റെ തോക്കെടുത്ത് ഡോക്ടർ സുബ്രഹ്മണ്യന്റെ തൊണ്ടയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്റെ തൊണ്ട തുളച്ച് കേട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നാവടക്കിക്കോ. അത് പറഞ്ഞ് സിദ്ധാർത്ഥ് അയാളെ തള്ളി തന്റെ അനുയായികളുടെ അടുക്കലേക്ക് ഇട്ടുകൊടുത്തു. അവർ അയാളുടെ കൈ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി നിലത്തിരുത്തി. അനന്തൻ കൈമളിന്റെ കട്ടിലിനരികിലേക്ക് ചെന്നു. തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. എന്റെ മുത്തശ്ശൻ രക്ഷപ്പെടണം. അതിന് പകരം ഞങ്ങൾ എന്ത് വേണമെങ്കിലും നൽകാം, സിദ്ധാർത്ഥ് അനന്തനോട് പറഞ്ഞു. പെങ്ങൾക്ക് പറ്റിയ ഏട്ടൻ തന്നെ, അനന്തൻ മൈഥിലിയെയും സിദ്ധാർത്ഥനെയും നോക്കി മനസ്സിൽ പറഞ്ഞു. അനന്തൻ ഈ വിലപേശലിനോട് തീരെ താല്പര്യമില്ല. അതിനാൽ ഇവരുടെ ഈ സ്വഭാവം അനന്തന് ഒരു കല്ലുകടിയായിരുന്നു. അവരെ ഒന്ന് വലയ്ക്കണം എന്നവന് തോന്നി. പണത്തിന്റെ ഭാഷ മാത്രമേ ഇവർക്ക് വഴങ്ങുള്ളൂ. ഈ പഴം വളരെ വിശിഷ്ടമായതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. നിങ്ങളത് വില വെച്ചില്ല, എന്നെ അപമാനിച്ചു വിട്ടു. ഇനി ഞാൻ നിങ്ങളെ സഹായിക്കണമെങ്കിൽ എനിക്ക് 10 കോടി രൂപയെങ്കിലും നിങ്ങൾ തരണം, അനന്തൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മൈഥിലിക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. ഇത്രയും നേരം കാശ് വേണ്ട എന്ന് പറഞ്ഞ് തന്നെ പുച്ഛിച്ച് സംസാരിച്ചവൻ ഇപ്പോൾ 10 കോടിയുടെ ഡിമാൻഡ് വെച്ചിരിക്കുന്നു. ഞാൻ കരുതിയതുപോലെയല്ല. നീ ശരിക്കും കളി അറിയാവുന്നവൻ തന്നെ. നല്ല ഗെയിമല്ലേ ഇപ്പൊ കളിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ വഴിക്ക് വന്നല്ലോ, അത് തന്നെ ധാരാളം, മൈഥിലി അവനെ പരിഹസിച്ച് പറഞ്ഞു. അനന്തൻ അവളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ നോക്കി. എന്താ, ഈ ഡീല് സമ്മതിച്ചോ? അവന്റെ ചോദ്യത്തിന് വേഗം മുത്തശ്ശനെ രക്ഷിക്കേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തെല്ലും നേരം കളയാതെ സിദ്ധാർത്ഥ് തന്റെ ക്രെഡിറ്റ് കാർഡും അനന്തനെ ഏൽപ്പിച്ചു. അവൻ സമയം പാഴാക്കാതെ കൈമളിന്റെ അരികിലിരുന്നു. അനന്തൻ തന്റെ വാലറ്റിൽ നിന്നും ഒരു വെള്ളിയിൽ തീർത്ത സൂചി എടുത്ത ശേഷം സ്വസ്തിക ചിഹ്നത്തിൽ കൈമളിന്റെ വയറിന് മേൽ വരച്ചു. അതിനോടൊപ്പം തന്നെ അനന്തന്റെ നാവിൽ നിന്നും ശീൽക്കാര സ്വരം കേട്ടതും മൈഥിലി ഒന്ന് വിറച്ചു. നിമിഷങ്ങൾക്കകം കൈമളിന്റെ ദേഹത്തെ താപം വലിച്ചെടുത്തുകൊണ്ട് ആ സൂചി ചുവന്ന നിറത്തിലേക്ക് മാറി. തൊട്ടു പിന്നാലെ അയാളുടെ ശരീരത്തിൽ നിന്നും പുക ചുരുളുകൾ ഉയരുന്നത് കണ്ട് ആ മുറിയിൽ കൂടി നിന്നവരിലെല്ലാം പരിഭ്രമം നിറഞ്ഞു. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ ആ മുറിയിലുള്ളവരെല്ലാം ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിന്നു. അധ്യായം 4. കൈമളിന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ പടരുന്നതിനോടൊപ്പം അയാൾ കണ്ണുകൾ തുറന്നു. അയാൾ സ്വയം ശരീരത്തിൽ ആകമാനം നോക്കി. തൊട്ടും തലോടിയും താൻ പഴയതുപോലെ ആരോഗ്യവാനായിരിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കി. അനന്തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് കൈമളിന് രോഗമുക്തി ലഭിച്ചത് എന്ന് ആ കാഴ്ച കണ്ടു നിന്നവരെല്ലാം അംഗീകരിച്ചു. അവരെ സംബന്ധിച്ച് തികച്ചും അത്ഭുതം തന്നെയായിരുന്നു കൈമളിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. മുത്തശ്ശ, സൂക്ഷിച്ച്, മെല്ലെ, സിദ്ധാർത്ഥ് ഒരു തലയണ എടുത്ത് ചാരി വെച്ചു കൊടുത്തു. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശ? മുത്തശ്ശനിപ്പോ എന്താ തോന്നുന്നേ? കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന കൈമളിനെ സഹായിച്ചുകൊണ്ട് മൈഥിലി അയാളുടെ അരികിലേക്ക് വന്നിരുന്ന് ചോദിച്ചു. കൈമളിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം കാണാമായിരുന്നു. ആരോഗ്യം തിരികെ ലഭിച്ചതിന്റെ പ്രസരിപ്പ് അയാളിൽ നന്നായി തന്നെ അറിയാം.
എനിക്ക് ഒരു കുഴപ്പമില്ല മക്കളെ. എല്ലാ അസ്വസ്ഥതകളും മാറിയിരിക്കുന്നു. അവിടെയുള്ളവരെ എല്ലാവരെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, ഇയാളാണോ എന്നെ രക്ഷിച്ചേ? നന്ദിയുണ്ട് മോനെ. അയാൾ അനന്തനെ നോക്കി സകലതും മനസ്സിലാക്കി എന്ന മട്ടിൽ ഒന്ന് പുഞ്ചിരിച്ചു. നന്ദിയൊന്നും വേണ്ട, ഞാൻ ചെയ്തതെല്ലാം കാശിന് വേണ്ടിയാ. കാശ് ഓഫർ ചെയ്തതുകൊണ്ട് മാത്രം. അനന്തൻ തെല്ലുപോലും ഗൗരവം വെടിയാതെ പറഞ്ഞു, നിന്നെ സംബന്ധിച്ച് കാശിന് വേണ്ടി നിസാരമായി ചെയ്തൊരു കാര്യമായിരിക്കാം ഇത്. പക്ഷേ ഞങ്ങൾക്ക് നീ ഇപ്പോ സാക്ഷാൽ ധന്വന്തരി മൂർത്തിയുടെ അവതാരം തന്നെയാ. സുബ്രഹ്മണ്യനെ ഒന്ന് നോക്കിയ ശേഷം സിദ്ധാർത്ഥ് പുച്ഛത്തോടെ തുടർന്നു, ഒന്നുമില്ലേലും ഇവിടുത്തെ ചില വ്യാജ ഡോക്ടർമാരെക്കാൾ എത്രയോ മുന്നില തന്റെ സ്ഥാനം. കയ്യിലെ കെട്ടടിച്ചതും അപമാന ഭാരം താങ്ങാനാവാതെ ഡോക്ടർ അവിടെ നിന്നും തല ഉയർത്താതെ പോകാനിറങ്ങി. ഒന്ന് നിന്നേ, എങ്ങോട്ടാണാവോ ആരോടും പറയാതൊരു പോക്ക്? എന്നെയും എന്റെ അച്ഛനെയും അപമാനിച്ച് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എപ്പ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അനന്തന്റെ പെട്ടെന്നുള്ള പ്രതികരണം കേട്ട് സുബ്രഹ്മണ്യൻ തിരിഞ്ഞ് നാരായണ കൈമളിനെയും സിദ്ധാർത്ഥിനെയും നോക്കി. അവരും അനന്തനെ പിന്തുണയ്ക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നത് കണ്ട സുബ്രഹ്മണ്യന് സംഭവം പന്തിയല്ല എന്ന് മനസ്സിലായി. അയാൾ അനന്തനോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇറങ്ങിപ്പോടോ, താൻ ആരുടെ ധൈര്യത്തിലാണ് എന്നെ അപമാനിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പോയി പറയാ അവരോട്, എന്റെ അച്ഛനെ ചതിച്ചില്ലാതാക്കിയത് മുഴുവൻ തിരികെ നേടാനായിട്ട് ഞാൻ വരുമെന്ന്. കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുക. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ അച്ഛന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഇറക്കി വിട്ടവരുടെ ഓരോരുത്തരുടെയും നാടുകൾ എണ്ണി തുടങ്ങുക. അനന്തൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആ ശബ്ദം അവിടമാകെ ഒരു അശരീരി കണക്കെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ അവിടെ നിന്നും പോയ ശേഷം അനന്തൻ അവിടെയുള്ള ഹാളിലേക്ക് വന്നിരുന്നു. ഈ സമയം മുറിയിൽ നാരായണ കൈമൾ തന്റെ കൊച്ചുമക്കളുമായി സംസാരിക്കുകയാണ്. ആ പഴങ്ങൾക്ക് ഇത്രയേറെ അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നു. ആ പയ്യന്റെ സാമർഥ്യം കൊണ്ട് എനിക്കിപ്പോ ഒരു 20 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു. ശരീരത്തിനൊക്കെ വല്ലാത്തൊരു ഊർജം. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. അത് നന്നായി. മുത്തശ്ശൻ ചെറുപ്പം വീണ്ടെടുത്ത സ്ഥിതിക്ക് നമ്മുടെ ശത്രു ഭാർഗവൻ, അയാൾ ഇനിയൊന്ന് വിറയ്ക്കും. ഇതിന്റെയൊക്കെ സകല ക്രെഡിറ്റും അനന്തനുള്ളതാ. സിദ്ധാർത്ഥ് മുത്തശ്ശനോട് പറഞ്ഞു. മൈഥിലിക്ക് അവർ തുടരെ അനന്തനെ പുകഴ്ത്തുന്നതിൽ വല്ലാത്ത കല്ലുകടി തോന്നി. അവൾക്കും അറിയാം അവനാണ് തന്റെ മുത്തശ്ശന്റെ ഈ ആരോഗ്യത്തിന് കാരണമെന്ന്. പക്ഷെ ഇത്രമാത്രം പുകഴ്ത്താൻ എന്താണുള്ളത്? ആവശ്യത്തിലധികം പണം ചോദിച്ച് മേടിച്ചിട്ടല്ലേ? അവൾ ആലോചിച്ചു. മുത്തശ്ശൻ എന്നെങ്കിലും ഒരിക്കൽ സർവ്വ ആരോഗ്യത്തോടും കൂടി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് അയാൾ ഒരു നിമിത്തമായെന്ന് മാത്രം. അവൾ മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച ആ വെള്ളി സൂചികളുടെ മഹത്വം കാരണമാണ്. അവരുടെ സംസാരം കേട്ട അനന്തൻ അവിടേക്ക് വന്ന് പറഞ്ഞു. മാത്രമല്ല, ഇദ്ദേഹം കഴിച്ചത് സാധാരണ പഴങ്ങളല്ല. അതിന്റെ ശക്തി വരും കാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ജാതകത്തിലെ ഗ്രഹങ്ങളിൽ പോലും പ്രതിഫലിക്കും. അനന്തൻ പറഞ്ഞു. അനന്തന്റെ സംസാരം കേട്ട് കൈമൾ സിദ്ധാർത്ഥനെ ഒന്ന് നോക്കി. അയാൾ ഉടനെ ഒരു ചെക്ക് എടുത്ത് അനന്തന് നേരെ നീട്ടി. ഇതാ നിന്റെ പണം. സൗകര്യം പോലെ അത് ബാങ്കിൽ നിന്ന് പിൻവലിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതോടെ കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാർ. ഇനി നീയും ഈ കുടുംബവുമായി ഒരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. അത് പറഞ്ഞത് കൈമളാണ്. അനന്തൻ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അയാളെ തന്നെ നോക്കി. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അനന്തൻ ചോദിച്ചു. അതിന് മറുപടി പറയുന്നതിന് പകരം കൈമൾ അവന്റെ കുടുംബകാര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അനന്തന്റെ മുത്തശ്ശൻ അവനെയും അവന്റെ അച്ഛനെയും തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടതും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളുമൊക്കെ അയാൾ അവനോട് ചോദിച്ചു. പേര് കേട്ട മാണിക്യമംഗലം തറവാട്ടിൽ നിന്നും പടിയിറക്കി വിട്ട അച്ഛനോടും മകനോടുമുള്ള അവജ്ഞ അനന്തന് അയാളുടെ സ്വരത്തിൽ നിന്നും അറിയാമായിരുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാ അതിലേക്ക് വാ. എന്റെ കുടുംബകാര്യം നിങ്ങളെ ആരും ബാധിക്കുന്നതല്ലല്ലോ. അനന്തൻ നീരസത്തോടെ പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ നിനക്ക് ഇപ്പോഴുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. തറവാട്ടിൽ നിന്ന് പണ്ടേ പടിയടച്ചിറക്കി വിട്ടവൻ, ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അച്ഛൻ, പോരാത്തതിന് ദേ ഇപ്പോൾ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലുമായുള്ള വെല്ലുവിളി. ഇതാണ് നിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്.
ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള നീ സമൂഹത്തില് മുൻനിരയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ പാടുള്ളതല്ല. ഞങ്ങളുടെ പേരും പ്രശസ്തിയും നിന്റെ പ്രതികാരത്തിനായി ഉപയോഗിക്കപ്പെടാനോ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ഭാവിയിൽ ആവശ്യപ്പെടാനോ പാടില്ല. കാര്യങ്ങളൊക്കെ ഇപ്പൊ വ്യക്തമായില്ലേ? കൈമൾ ചോദിച്ചു. മനസ്സിലായി. എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടാനും നടപ്പിലാക്കാനും നിങ്ങളുടെ സ്വാധീനം ഞാൻ ഉപയോഗിക്കുന്നു കരുതിയിട്ടാവും ഇത്രയും പ്രസംഗിച്ചത് അല്ലേ? പേടിക്കണ്ട. എനിക്ക് സമൂഹത്തിൽ പിടിപാടുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ കൊച്ചുമകളെ കെട്ടിച്ചു തരണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ ഇവിടേക്ക് വരില്ല. അനന്തൻ പുച്ഛത്തോടെ മൈഥിലിയെ കൂടി ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നാളെ മുതൽ നീ പുറത്ത് ആരോടെങ്കിലും ഇവിടെ നടന്നത് പറഞ്ഞ, അതായത് നിന്നെപ്പോലൊരുത്തന്റെ ദയ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് നീ പറഞ്ഞ് പരത്തിയ, പിന്നെ കൂടുതൽ സംസാരമൊന്നും ഉണ്ടാവില്ല. കൊന്നു കളയും ഞാൻ. അതാ ഈ കൈമളിന്റെ ഒരു രീതി. മനസ്സിലായോ നിനക്ക്? അയാൾ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞത് അനുസരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ തന്നെ തനിക്കിതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. നല്ല കാശ് മേടിച്ചിട്ടല്ലേ. മുത്തശ്ശന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് തന്നെ അത് ഭേദമായി. ഇതായിരിക്കണം ഇക്കാര്യത്തെക്കുറിച്ച് പുറം ലോകം അറിയേണ്ടത്. മൈഥിലിയുടെ വാക്കുകളിൽ മുൻപത്തേക്കാൾ അഹങ്കാരം നിറഞ്ഞിരുന്നു. ശരി, ആയിക്കോട്ടെ. നീ പറഞ്ഞതുപോലെ കൈ നിറയെ കാശ് വാങ്ങിയിട്ട് തന്നെയല്ലേ. എനിക്ക് പിന്നെ എന്തായാലും എന്താ? അനന്തൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു. പോകാനിറങ്ങിയ അനന്തനെ അവർ വീണ്ടും തടഞ്ഞു. ഇനി എന്താ? അനന്തൻ ചോദിച്ചു. നിന്റെ കയ്യില് ബാക്കിയുള്ള പഴങ്ങളില്ലേ, അതും കൂടി ഇങ്ങ് തന്നേക്ക്. ഇത്രയും കാശ് വാങ്ങിയതല്ലേ, ഇനി ആ പഴങ്ങൾ ഞങ്ങൾക്കുള്ളതാ. കൈമൾ പറഞ്ഞു. എടോ, ഈ പഴങ്ങൾ കൊണ്ട് തനിക്കിനി പ്രയോജനമൊന്നുമില്ല. ഉപകാരമില്ലാത്ത സാധനങ്ങൾ സ്വന്തമാക്കാൻ മോഹിച്ച് വെറുതെ അപകടം വിലയ്ക്ക് വാങ്ങണോ? അനന്തൻ ചോദിച്ചു. അത് തരാതെ നീ ഇവിടുന്ന് പോവില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അനന്തന് ചുറ്റും തോക്ക് ചൂണ്ടി കൈമളിന്റെ ഗുണ്ടകൾ വളഞ്ഞു. നിനക്ക് ഞങ്ങളോട് പൊരുതി ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മര്യാദയ്ക്ക് ആ പഴങ്ങൾ അവിടെ വെച്ചിട്ട് തടി കേടാക്കാതെ ഇറങ്ങിപ്പോടാ, കൈമൾ വിളിച്ചു പറഞ്ഞു. അനന്തന്റെ ക്ഷമ നശിച്ചു. ഭൂമിയോളം താഴുമ്പോഴും ചവിട്ടി മെതിച്ച് തലയിലേറുന്ന അവരുടെ സ്വഭാവം അവന് സഹിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. അവൻ പോക്കറ്റിൽ നിന്നും അവർ നൽകിയ ചെക്ക് എടുത്തു. അവരുടെ മുൻപിൽ വെച്ച് തന്നെ അതിനെ കയ്യിൽ വെച്ച് ചുരുട്ടിയൊടിച്ച് അവർക്ക് മുൻപിലേക്കിട്ടു. എനിക്ക് നിങ്ങൾ തന്ന കാശ് ഞാൻ തിരിച്ചു തരിക. പകരം ഞാൻ നൽകിയ ജീവൻ ഞാൻ ഇന്ന് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശക്തമായി ശ്വാസം ഉള്ളിലേക്കെടുത്തു. നാഗലോകത്തെ വിശിഷ്ടൻ, സർവശക്തൻ ആദിശേഷന്റെ അവതാരമായ അനന്തൻ സംഹാരഭാവം പൂണ്ടു. അവന്റെ രുദ്രരൂപം താങ്ങാൻ കഴിയാതെ പ്രകൃതി പോലും ആടിയുലഞ്ഞു. മഴമേഘങ്ങളില്ലാതെ വരണ്ടു കിടക്കുന്ന മാനത്ത് ശക്തമായ മിന്നൽ പിണരുകൾ പാഞ്ഞു. ഇടിമുഴക്കം കേട്ട് ഭയന്ന പക്ഷികൾ കൂടണയാൻ മത്സരിച്ചു പറന്നു. കാറ്റും കോളും കൊണ്ട് ആടിയുലയുന്ന മരങ്ങൾ അന്തരീക്ഷത്തിന്റെ ഭീകരത കൂട്ടി. ശ്വാസം വലിച്ചെടുത്ത അനന്തൻ അതിശക്തമായി പുറത്തേക്ക് ഊതി. സിംഹഗർജനം പോലെ അനന്തന്റെ ശ്വാസം പുറത്തേക്ക് കുതിച്ചു. സർപ്പങ്ങളുടെ ശീൽക്കാര ശബ്ദങ്ങൾ ചുറ്റിനും കേൾക്കാം. മൈഥിലി കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുൻപേ അവളുടെ മുത്തശ്ശന്റെ ശരീരത്തിലേക്ക് അനന്തന്റെ ശ്വാസം വന്ന് പതിച്ചു. അയാൾ പൊള്ളിപ്പിടയാൻ തുടങ്ങി. ഒരു വെള്ളി സൂചി കാറ്റിൽ ഒഴുകി വന്ന് അയാളുടെ വയറിലേക്ക് കൊരുത്തതും നേരത്തെ അയാൾ കഴിച്ച ആ ദിവ്യഫലം അതേപടി കൈമൾ തിരികെ ഛർദ്ദിച്ചു. ശരീരം വീണ്ടും ചുവന്ന് തടിച്ച് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം പ്രവഹിച്ച് താങ്ങാനാവാത്ത താപം അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. അനന്തന്റെ ചുറ്റും കൂടി നിന്ന ഗുണ്ടകൾ ഭയപ്പെട്ട് പിന്നിലേക്ക് മാറി. കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഒന്ന് കാഞ്ചി വലിക്കാൻ പോലും അവർ ഭയപ്പെട്ടു. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാനാവാത്ത കാര്യമാണ് അനന്തൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ അവനെതിരെ ഒരു വിരൽ ഞൊടിക്കാൻ പോലും കൈമളിന്റെ ആളുകൾക്ക് ഭയം തോന്നി. മുത്തച്ഛ, അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, നോക്കി നിൽക്കാതെ ഏതെങ്കിലും ഡോക്ടറെ വിളിക്ക്, സിദ്ധാർത്ഥ് ആരോടെന്നില്ലാതെ കൈമളിനെ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും മൈഥിലി വിറയലോടെ അനന്തനെ നോക്കി നിൽക്കുകയായിരുന്നു. മരണം മുന്നിൽ കണ്ട് നിൽക്കുമ്പോൾ പോലും കൈമളിന്റെ നോട്ടം ആ പഴങ്ങളിലേക്ക് തന്നെയാണ്. അതുകണ്ട് അനന്തന് വീണ്ടും കോപമടക്കാനായില്ല. അത്ര നേരം അവനോട് അഹങ്കാരത്തിൽ മാത്രം പെരുമാറിയ മൈഥിലി പോലും അനന്തന്റെ കോപം കണ്ട് ഭയന്ന് മുറിയുടെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു.
മരണത്തോടടുക്കുമ്പോഴും ആ വിശിഷ്ട ഫലങ്ങളോടുള്ള അയാളുടെ അതിമോഹം ദർശിച്ച അനന്തൻ കലിയടക്കാനാവാതെ പറഞ്ഞു, നാരായണ കൈമളെ, നിങ്ങൾക്ക് ഇവയിൽ യാതൊരു അവകാശവും. അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിച്ചതിന്റെയാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഈ അവസ്ഥ. ഇനിയും നിങ്ങൾ ആ ഫലങ്ങൾക്ക് നേരെ കൈ നീട്ടിയ ആ കൈകൾ ഛേദിക്കാനും മടിക്കില്ല ഈ അനന്തൻ. അനന്തൻ പറയുന്നതിനെ അവഗണിച്ച് അസ്വസ്ഥതകൾ മറന്നുകൊണ്ട് വീണ്ടും ആ ഫലങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി അയാളുടെ കൈകൾ നീളുന്നത് കണ്ട അനന്തൻ ഞൊടിയിടയിൽ നിലത്തു നിന്നും ഒരു കുഞ്ഞു കല്ലെടുത്ത് മെല്ലെ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അയാൾക്ക് നേരെ എറിഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കവേ ആ കല്ലിന്റെ രൂപം മാറി മൂർച്ചയേറിയ വസ്തുവായി വന്ന് കൈമളിന്റെ കയ്യിൽ തറച്ച ശേഷം താഴേക്ക് വീണു. ഇതെല്ലാം കണ്ടുനിന്ന അയാളുടെ അനുയായികൾ 2 പേർ ചേർന്ന് അനന്തന്റെ നേർക്ക് പ്രയോഗിക്കാൻ ഒരു ആയുധം എടുത്തുകൊണ്ടുവന്നു. അനന്തൻ അതിലേക്ക് ഒരു നിമിഷം നോക്കി. അവന് ആ ആയുധം കണ്ട് അതിശയം തോന്നി. കാരണം സാധാരണ തോക്കോ കത്തിയോ പോലെയൊന്നും ആയിരുന്നില്ല അത്. പണ്ട് രാജാക്കന്മാർ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് പോലെ പഴമയേറിയ ഒരു ആയുധം. പ്രവർത്തിപ്പിക്കാൻ പോലും 2 ആളുകൾ വേണം. വജ്രസമാനമായ അനന്തന്റെ ശരീരത്തിൽ ഒരായുധം കൊണ്ട് മുറിവേൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നിരിക്കെ തന്നെ അനന്തൻ ആ വിശിഷ്ട ആയുധം കണ്ട മാത്രയിൽ ഒന്ന് ഞെട്ടി. കൈമളിന്റെ കൈവശം ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വന്നത് എപ്രകാരമാണ് അവൻ ചിന്തിച്ചു. അനന്തന്റെ നേർക്ക് ആ ആയുധം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരുടെ കണ്ണിലേക്ക് അവനൊന്ന് തറപ്പിച്ചു നോക്കി. എതിരാളികളുടെ കണ്ണിലെ ഭയം കണ്ട അവൻ അവരെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. കൈമളിന്റെ കയ്യിൽ തറച്ച് താഴെ വീണ അതേ കല്ല് നിമിഷ നേരം കൊണ്ട് അനന്തന്റെ കയ്യിലേക്ക് തിരികെ ചെന്നു. അവൻ അത് നെഞ്ചോട് ചേർത്ത് എന്തോ മന്ത്രം ഉരുവിടാൻ തുടങ്ങിയതും ആയുധം താഴെയിട്ട് അവർ 2 ആളും ചിതറി ഓടുകയാണ് ചെയ്തത്. ഇപ്പോ നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ കൈ ഞാൻ വെട്ടിയത് വെറും മുന്നറിയിപ്പായി മാത്രം കണ്ടാ മതി. ഇനിയും കളിച്ച തലയാവും ഞാൻ അറുത്തെടുക്കുന്നത്. അത്രയും പറഞ്ഞ് അനന്തൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. നാഗലോകത്തെ സമർത്ഥന്മാർ പോലും അടി പതറിയിട്ടുണ്ട് തന്റെ മുന്നിൽ. അപ്പോഴാണ് വെറും സാധാരണ മനുഷ്യർ ചിലർ തന്റെ നേർക്ക് ഗോഷ്ടി കാണിക്കുന്നത്. അവന് സഹതാപം തോന്നി. അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ അനന്തൻ തന്റെ നേർക്ക് ആരോ പിന്തുടർന്നു വരുന്നത് പോലെയും ശേഷം മതിലിന് പിന്നിൽ മറയുന്നത് പോലെയും തോന്നി. അവൻ ഉടനെ നേരത്തെ കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലിപ്പിടിച്ച ആ കല്ല് മതിലിന് നേർക്ക് വലിച്ചെറിഞ്ഞു. മിന്നൽ വേഗത്തിൽ അത് മതിലിൽ പതിച്ചു. മതിൽ 2ആയി പിളർന്നു മാറി. ഒരു കാട്ടുപൂച്ചയാണല്ലോ. അനന്തൻ അതിനെ സൂക്ഷിച്ചു നോക്കി. അതിന്റെ കണ്ണിൽ അസാധാരണമായ തിളക്കവും ദൈവികത്വവും അവന് കാണാൻ കഴിഞ്ഞു. അവൻ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ കയ്യിലെടുത്തു. ഞാൻ അറിയാതെ നിന്നെ നോവിച്ചുവെങ്കിൽ മാപ്പ്, അവൻ അതിനെ തലോടിക്കൊണ്ട് പറഞ്ഞു. അതിനെ അവിടെ വിട്ടതിന് ശേഷം അവൻ അവിടെ നിന്നും നടന്നു. അവൻ പോയതിന് പിന്നാലെ ആ പൂച്ചക്കരികിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. കൂർത്ത നോട്ടം വിതയ്ക്കുന്ന കണ്ണുകളും മെലിഞ്ഞ മേനിയും തൂവെള്ളം നിറമാറുന്ന ചർമ്മവും ഒക്കെയായി സൗന്ദര്യത്തിന്റെ എല്ലാ ഭാവവും ഒത്തിണങ്ങിയ ഒരു കന്യക. അവൾ അലസമായി സ്വയം ചോദിച്ചു, ആരാണ് ഈ യുവാവ്? നാരായണ കൈമൾ എന്ന മനുഷ്യനെ മരണത്തിന്റെ വക്കുവരെ കൊണ്ടെത്തിച്ചിട്ടും അയാൾക്ക് തെല്ലും ഭയമില്ലെന്നോ? ഇവൻ ആര് തന്നെയായാലും എത്ര വലിയവനായാലും അവൾ വരും. ആ ദേവയാനി ഉറപ്പായും പ്രതികാരം വീട്ടാനായി വരിക തന്നെ ചെയ്യും. ആ കന്യക ആരെയും മയക്കുന്ന ചെറുപുഞ്ചിരിയോടെ മന്ത്രിച്ചു. ആരാണ് ദേവയാനി? അതീവ സുന്ദരിയായ ഈ കന്യക ആരായിരിക്കും? ഇത്രയും അപൂർവമായ ആയുധങ്ങൾ എപ്രകാരമാണ് കൈമളിന്റെ കൈവശം ലഭിച്ചത്? അധ്യായം 6. സുരഭി ബാഗിൽ നിന്നും എന്തോ എടുത്ത് മേശമേൽ അവന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. അത് കണ്ടതും അനന്തന്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. സുരഭിയുടെ കവിളിൽ ആഞ്ഞൊരടി കൊടുക്കാനായി അവന്റെ കൈ തരിച്ചു. പിന്നെയും മനസ്സുകൊണ്ട് അവൾക്ക് നേരെ ഉയർത്തിയ തന്റെ കൈകൾ ഒരു സ്ത്രീ എന്ന പരിഗണനയ്ക്ക് മേൽ അവൻ അടക്കി പിടിച്ചു. അനന്തൻ മേശമേൽ അവൾ എടുത്തു വെച്ച ക്രെഡിറ്റ് കാർഡിലേക്ക് നോക്കി. ഈ കാർഡിൽ 5 ലക്ഷം രൂപയുണ്ട്. പാസ്വേഡ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാ. ഇത് നീ വെച്ചോ. നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിലും നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അനന്തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സുരഭി വീണ്ടും പറഞ്ഞു, നീ വിഷമിക്കരുത്. എനിക്കറിയാം അന്ന് നിന്റെ എക്സാം റിസൾട്ട് വന്ന ദിവസം
നിന്റെ റിസൾട്ട് മോശമായതുകൊണ്ടല്ലേ നീ അന്ന് അതിന്റെ പേരിൽ ഞാൻ നിന്റെ അടുത്ത് അകലുമെന്ന് പേടിച്ചിട്ടല്ലേ, എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചിട്ടല്ലേ നീ അന്ന് കാറിന്റെ മുന്നിലേക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്?